മൊബൈലിന്റെ ഉപയോഗമൊക്കെ കുറയ്ക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുൾ ടൈം ഫോണിനകത്താണ്. എടി ഇത് ഓഫീസിൽ നിന്ന് വന്ന 2 ഫയലുകൾ നോക്കിയതാണ്. അത് ശരിയാവുന്നില്ല, വളരെ സ്ലോ. ഫോണിന്റെ കംപ്ലൈന്റ് ആണ്. അതെ, പ്രായം കുറച്ചായില്ലേ, സ്ലോ ആവും. ഇതിനെടുത്ത് തൂക്കി കളഞ്ഞിട്ടേ പുതിയത് വാങ്ങണം. ഓ, പറയും പോലെ വഴിയിൽ നിന്ന് ഏതെങ്കിലും കളഞ്ഞു കിട്ടുന്നുള്ള നടപ്പാണല്ലോ. കാശ് കുറച്ച് ഇറക്കിയാലേ പുതിയത് വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കാശ് കുറച്ച് ഇറക്കി വാങ്ങണില്ല, പലയിടത്തുനിന്നും കളഞ്ഞു കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്തോന്ന് മാമാ, നാളെ രാവിലെയാണ്. എന്തു കഷ്ടം, ചാണകമൊക്കെ അവിടെ കിടക്കട്ട്. മാമ ഒന്ന് വന്നാ മതി. ഞാൻ മിണ്ടൂലേ പോ. പോ. നീ മാമനെ വിളിച്ചാ? അമ്മയല്ലേ പറഞ്ഞത് പൂജയുടെ കാര്യം മാമനെ വിളിച്ച് പറയണോന്ന്. മാമ നാളെ വരുമോ? ഇല്ല. അയ്യോ അതെ, പറയും പോലെ പൂജക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. മറന്നുപോയാ? അച്ഛാ, പഴവും സാമ്പ്രാണി തിരി പൂവും മാത്രം പോരാ. പൂജ വെക്കുകയാണെങ്കിൽ കളറായിട്ട് തന്നെ വെക്കണം. കറക്റ്റ്. ഈ 9 ദിവസത്തെ പൂജയിലെ 9 രൂപങ്ങളായിട്ടാണ് ദേവി ആരാധിക്കേണ്ടത്. അതായത് 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവം എന്ന് പറയുന്നതാണ് നമ്മുടെ നവരാത്രി ആഘോഷം. കളിച്ച കളിയൊന്നും അല്ലാതെ അങ്ങനെ തന്നെ ആഘോഷിക്കുന്നത് അതിന്റേതായ രീതിയിൽ. ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ പൂജ വയ്ക്കും, നാളെ ഇളക്കും, അങ്ങനെയാണ്. അയ്യോ, അങ്ങനെയല്ല മക്കളെ. ഈ നവരാത്രി ആഘോഷത്തിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായിട്ടാണ് ആരാധിക്കുന്നത്. അടുത്ത 3 ദിവസം ദേവി ലക്ഷ്മിയാണ്. അവസാനത്തെ 3 ദിവസം എന്ന് പറയുന്നത് സരസ്വതി. ഇങ്ങനെയാ നവരാത്രി ആഘോഷം. അതുപോലെ തന്നെ കേരളത്തിൽ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം, പിന്നെ തൃശ്ശൂർ തിരുവുള്ളക്കാവ് ക്ഷേത്രം, പൂജപ്പുര സരസ്വതി ക്ഷേത്രം, ഇവിടെയൊക്കെ ഭയങ്കര ഉത്സവമാണ്, ഭയങ്കര രസമാണ്, ആഘോഷമാണ്. പറഞ്ഞു കൊതിപ്പിക്കാതാണ് സത്യം. നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ചേച്ചിമാരൊക്കെ എന്ത് കാര്യമായിട്ടാണ് ആഘോഷിക്കണമെന്ന് അറിയൂ. നല്ല നല്ല സാരികളൊക്കെ കൊടുത്ത് വലിയ ആഘോഷം. നമ്മുടെ നാട്ടിലെ ചെറിയ ആഘോഷം പോലെ അവിടെ ഭയങ്കര വലിയ രീതിയിലാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യ പോലെ തന്നെ കേരളത്തിലും ഉണ്ട് കാര്യം. ഒത്തിരി ഈ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നോർത്ത് ഇന്ത്യ പിന്നെ സൗത്ത് ഇന്ത്യ, ബാംഗ്ലൂർ അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ അതേപോലെ തന്നെ ചെയ്യണേ. എന്തൊക്കെ പറഞ്ഞാലേ മാമ നാളെ വരൂല. എന്ത് പുലിനട വീട്ടില് ചാണകം ഇറക്കി ഇട്ടേക്കണം. അവിടെ പണിക്കാരില്ല പോലും. മണിക്കുട്ടാണ് ഇല്ലാത്തൊരു ആഘോഷത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ബോറാണ്. അതെ, നാളെ പുസ്തകം പൂജ വെക്കണ്ടേ? പുസ്തകം മാത്രം പോരാ, പണി ആയുധങ്ങളൊക്കെ വെക്കണം. ആയുധ പൂജയുണ്ട്. നമ്മള് പണി സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കണം. നിനക്ക് നിന്റെ ഡമ്പല് വെക്കാം, ചേട്ടൻ ലാപ്ടോപ്പ് വെക്കാം, പേന വെക്കാം. നീ എന്ത് വെക്കും? നാക്ക് വെക്കോടി, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെക്കും. അയ്യോ, വലിയ തമാശ. ആഹാ, അമ്മ പൂജാമുറി ഇങ്ങോട്ടാക്കിയാ? അവിടെ എല്ലാ സാധനങ്ങളും വെക്കുമ്പോഴേ നിറഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങോട്ട് സമാധാനത്തിൽ നിന്ന് തൊഴാലോ നമുക്ക് എല്ലാവർക്കും. പൂജയ്ക്ക് ഞാനും കൂടെ സഹായിക്കട്ടാ? നീ കുളിച്ചാ? പിന്നെ ഞാൻ കുളിച്ചു. എപ്പാ? പിന്നെ എനിക്ക് വിശ്വാസം പോരാ. കുളിച്ചമ്മ. അവിടെ അതിലൊഴിക്കും. അമ്മ, ഇതുണ്ടല്ലോ, ഈ പൂജ വെക്കണത് രാവിലെയാണോ അതോ വൈകുന്നേരമാണോ? വൈകുന്നേരം. അച്ഛൻ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരും. അപ്പൊ നമുക്ക് വൈകുന്നേരം പൂജ വയ്ക്കാം. പനി മുന്നേ ഒരുക്കിയിടാലോ. അത് എത്തണില്ല കേട്ടോ, കണ്ടുകൂടാ. ചേച്ചിയെ, ഇഡ്ഡലി റെഡിയേ? സാമ്പാറും കൂടെ വെക്കിട്ടാ? ശരി, വൈ. എന്റെ പൊന്നപ്പച്ചി, നല്ലൊരു ദിവസമായിട്ട് സാമ്പാർ ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന് കിടത്തല്ലേ അപ്പച്ചി? വെക്കല്ലേ, എനിക്കിട്ട് വെക്കല്ലേ, ഞാൻ മതിയേ കേട്ടാ. വല്ലപ്പോഴൊക്കെ ആവാലോ അല്ലേ? ഇതെവിടെ വയ്ക്കണം? ഇവിടെ വെച്ചാൽ മതി. ഹായ്, പൂജ വയ്ക്കാണോ? ഞാനും വരുന്നേ. അശ്രീകരം, ഇങ്ങോട്ട് മാറി നിൽക്കുക. അങ്ങോട്ട് എന്തുവാ ഇങ്ങനെ കാണിക്കുന്നത്? പൂജമ്പറയുടെ സൈഡിലോട്ടൊന്നും വന്നു പോയത്, വേർത്ത് കുളിച്ചോട്ട് വന്നിരിക്കാൻ. നീ ആര്, വലിയ മെച്ചിയാ? അതെ. ഏ, ആ കാത്തും കണ്ണനും വരൂന്ന് പറഞ്ഞല്ലോ പുസ്തകം പൂജ വയ്ക്കാനായിട്ട്. അവരെ കണ്ടില്ലല്ലോ. അതൊക്കെ വരും ഇപ്പൊ. മണി, ചേട്ടാ, എന്തോന്ന് മക്കളെ ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത്? മാറ്റ്. പൂജ വെക്കുന്നിടത്താണ് അവിടെ അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. മാറ്റാം. പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി. 250 രൂപ. പഴം, സാമ്പ്രാണിത്തിരി, ഭസ്മം, ചന്ദനം, വിളക്കുതിരി എല്ലാം വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലേ? അത്യാവശ്യത്തിന് മാത്രം എല്ലാം വാങ്ങിച്ചു. ഇത്രയും വലിയ ഈ ടേബിളിൽ ഒരുക്കി വെക്കാൻ വേണ്ടി സാധനം വേണ്ടി ഇത് എന്തോന്ന് കുറച്ചല്ലേ ഉള്ളൂ കൂടെ? ഇത് എന്തോന്നാ ഇത്? പഴയ പിശിക്കിന് ഒരു കുറവില്ല അല്ലേ? അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കാണുമ്പോഴേ കണ്ണിനൊരു നിറവെങ്കിലും വേണ്ടേ? പറഞ്ഞെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതില്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയാണ് പൂജയ്ക്ക് സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചത്. നല്ല ലാവിഷായിരുന്നു. അമ്മ അച്ഛനെ പോലെ കാശൊന്നും നോക്കിയൊന്നുമില്ല. അത് തന്നെ, അമ്മ കാശ് നോക്കില്ല, പക്ഷെ അച്ഛൻ കാശ് നോക്കിയേ വാങ്ങിക്കുള്ളൂ.
മനസ്സിലായ? എന്നാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുള്ളൂ. അതിനുള്ള കാശ് ചെലവാക്കി തന്നെ വാങ്ങിച്ചത്. മനസ്സിലായ? പൂജ വയ്ക്കാൻ നോക്ക്. ഇതിനെങ്കിലും പിശുക്ക് വിട്ടൂടെ? മണിക്കുട്ടി ചിന്നു. മാമ മാമനല്ലേ പറഞ്ഞത് അവിടെ ചാണകം ഇടാണ്ട് വാഴയുടെ മൂട്ടില്ല, അതുകൊണ്ട് മാമൻ വരൂലെന്ന്. എടി അതൊക്കെ ഞാൻ വേറെ ആളിനെ അറേഞ്ച് ചെയ്ത്. നിങ്ങൾ ഇവിടെ കിടന്ന് വിഷമിക്കുമ്പോ മാമൻ അങ്ങനെ വാഴയുടെ മുട്ടി നിന്ന് പണിയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. താണ്ടപിടി, താണ്ടായി കരിമ്പ്, താണ്ട പഴം, മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ പൂജവെപ്പ് ആഘോഷമായിട്ട് നടത്തണം. ഇവിടെ പിള്ളേരെ, ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മഹിഷാസുരന്റെ തിന്മയ്ക്കേറെ ദുർഗാദേവി എന്ന നന്മ നേടിയ വിജയമാണ് പൂജവെപ്പ്. അണ്ണൻ സൂപ്പർ കേട്ടാ. ഓ അതെ, ഒരു അപേക്ഷയുണ്ട്. ഈ പൂജ വയ്ക്കുമ്പോഴേ ഞാൻ വാങ്ങിച്ചോണ്ടൊന്ന് ആ വിളക്ക് തിരിയും ആ ഒരു പടല പഴവും കൂടെ ഒന്ന് വെക്കണേ, ഇല്ലെങ്കിൽ വിഷമമാണ് കേട്ടോ. എന്റെ അളിയൻ എന്തിനാ വിഷമിക്കുന്നത്? അളിയന്റെ അളിയനില്ലയോ? ഒരു കാര്യം ചെയ്യും, അളിയൻ വാങ്ങിച്ച സാധനം അതിനകത്ത് കയറ്റിക്കോ, ധൈര്യമായിട്ട് കയറ്റിക്കും. എല്ലാ സാധനവും വെക്കാം. നീ പോയി കുളിക്കാൻ നോക്ക്, ചെല്ലു. അതിങ്ങനെ ഇതിങ്ങനെ വെക്കോ, ഇങ്ങനെ മാമനെ കൊണ്ട് മുറിച്ച് വെക്കണം. എടി, എന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോയി നീ പോയി കുളിക്കാനോ വെട്ടി എടുത്തോ. എന്റെ പുസ്തകം ബുക്കായി. ചേട്ടന്റെ പേന എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മണി, ഓ എന്റെ പേന. പൂജക്ക് റെഡി ആക്കിയാ നോക്കടി. അടിപൊളി പൂജ. അതും സെറ്റായി. എന്തെങ്കിലും വേണോ? തീപ്പെട്ടി എടുത്തില്ലേ? അയ്യോ ഇല്ല. എടുത്തോണ്ട് വരുമോ? എടുത്തോണ്ട് വാളിയാ, തീപ്പെട്ടി എടുത്തോണ്ട് വാ. എടി പെങ്ങളെ, ഓ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് ഗൊലുക്കളൂടെ വെക്കണം. ഗൊലു ബൊമ്മക്കുലു എന്ന് പറഞ്ഞ ബൊമ്മയില്ലേ, ആ ബൊമ്മ വെക്കും. പാവകള്. ചില ഭാഗങ്ങളിലൊക്കെ ഈ ബൊമ്മക്കുലു ഭയങ്കരമാണ്. ഓ എടുത്തോണ്ട് പോടി. ഈ വൃത്തിയുടെ സാധനം പൂജ വെക്കാനാ? വൃത്തിയായിട്ട സാധനോ? എനിക്ക് പുസ്തകം പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. അയ്യോ, ശുദ്ധമില്ലാത്ത സാധനം വെക്കാൻ സമ്മതിക്കൂല. ഒന്നും മിണ്ടാതിരി അമ്മ. ഇത് അവിടെ പൂജയ്ക്ക് വെക്കുമ്പോഴത്തേക്കും ചൈതന്യം കൂടും. അപ്പോഴത്തേക്ക് എന്റെ ഇടിയുടെ സ്ട്രോങ് വീണ്ടും കൂടും. അമ്മ, അത് ചേച്ചിയുടെ പണിയായതുമാണ്. അതുകൊണ്ട് ഒന്ന് കൊണ്ടുപോയ ചീ കയ്യുറ. വളർന്നു വരുമ്പോൾ ചേച്ചിക്ക് വിവരം കുറഞ്ഞു വരികയാണല്ലേ. അതിനിടയ്ക്ക് അവിടെ ഒരു കുട്ടിക്കളി. എന്തായാലും പൂജയായിട്ട് ഒരു പടക്കവും പൊട്ടിച്ച് ഉള്ള അടിപൊളി ആഘോഷം. ശ്വാസം നിന്ന് പോയി. എന്റെ പെങ്ങളെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും തമിഴ്നാട്ടിലെ പൂജവെപ്പ് അതാണ് യഥാർത്ഥ പൂജവെപ്പ്. അതൊന്ന് കാണണ്ട പെങ്ങളെ. എന്റെ ആശാനില്ലയോ, തക്കല നേശമണി ആശാൻ, ആശാന്റെ കളരിയിലെ പൂജവെപ്പ് ഒന്ന് കാണണം. അടിപൊളിയെന്ന്. ദേവിയുടെ നവഭാവങ്ങളുടെ വിഗ്രഹങ്ങള്, പിന്നെ ഈ പാവയ്ക്ക് ഗൊലിക്കള്, പിന്നെ നമ്മുടെ കരിമ്പില്ലയോ, വലിയ കെട്ട് 2 എണ്ണം. പിന്നെ എന്തുവാ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊങ്ക്, പിന്നെ ആപ്പിള്, മുന്തിരി, അല്ല എല്ലാ സാധനങ്ങളും. പിന്നെ ആശാന്റെ ആയുധ ശേഖരങ്ങള്, പിന്നെ 108 വിളക്ക്, എല്ലാം കൂടെ അങ്ങോട്ട് പൂജ വെക്കുമ്പോളെ എനിക്ക് അങ്ങോട്ട് കോരിത്തരിക്കാതെ കേട്ടിട്ട് തന്നെ. പിന്നെ അതുപോലെ പൂജ എടുപ്പിന്റെ ദിവസം എന്തെല്ലാം പായസങ്ങളാ. നല്ല കട്ടിപ്പായസം, വെള്ളപ്പായസം, കടലപ്പായസം. ഇതുപോലെ തന്നെ നിനക്കറിയില്ലേ, നമ്മുടെ സ്കൂളിന്റെ ബാക്കിലുള്ള മുരുകൻ മേശ്വരിയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ആയുധ പൂജ വയ്ക്കും. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ രാത്രി ഒരുമിച്ചിരിക്കും, ഒത്തുകൂടും. എന്നിട്ട് VCR എടുത്തിട്ട് ഈ പുരാണ കഥകളൊക്കെ ഇട്ട് സിനിമയൊക്കെ ഇട്ട് കാണും. ഈ സ്വാമി അയ്യപ്പൻ, ആദിപരാശക്തി, ഇതൊക്കെ ഇട്ട് കണ്ട് രാത്രി നല്ല രസമായിരിക്കും. അടിപൊളിയായിട്ട് അതല്ല, ഇത് പുരാണ കഥകള്. അഭിനയിച്ചത് തന്നെ. അതൊക്കെ ഇട്ട് കണ്ട് നല്ല രസമാണ്. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ആഘോഷമാണല്ലോ. ഇതിപ്പോ നമുക്ക് എല്ലാം എന്തായി? അപ്പൊ എല്ലായി. ഇനി താഴെ കളയാതെ, മണി കളയാതെ, അതാ സൂക്ഷിച്ചു എല്ലാം വെച്ചല്ലേ. മോള് വിഷമിക്കാതെ, അത് വെക്കണ്ട മോളെ. ഇങ്ങി പോ, ഇത് അത് വെക്കണ്ട മോളെ. നിന്റെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, വിഷമിക്കാതെ ഇത് മാറ്റി വെച്ചേക്കും.
എടി ഉം. ശർക്കര എല്ലാം ഉടച്ചു വെച്ചോ. എടുത്തോ എടുത്തു മാമ. മാമ. ഉം? എടുത്ത് തേങ്ങ അരിമിതോ? എടുത്തു എടുത്ത് എടുത്ത് ആണോ? ചിന്നു എന്തിയേ? എടുത്തു. ഏ? അല്ല അപ്പച്ചി അപ്പച്ചി അപ്പച്ചി. ചിന്നു നീ ഇവിടെ കുറെ നേരമായിട്ടേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇവിടെ എന്തിന്റെയോ ഒരു കുറവുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടപ്പോഴേ എനിക്കത് പിടി കിട്ടിയത്. നിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. അണ്ണാ കത്തിക്ക്. എല്ലാം കൂടെ കുത്തി കയറ്റാതെ കുറേശ്ശെ വെക്ക്. ആ ഇത് കൊണ്ട് ആ കാണിക്കും. കത്തിക്ക്. ചോറിന് ആ മതി. കത്തിക്ക്. കത്തിക്കുന്നു. പച്ചരി. കത്തിക്കാണ്. അമ്മ ഇവിടെ ആ അമ്മ ഇവിടെ, അമ്മ. വെക്ക്. വാ. ആ, അടുത്ത്. ഓ കത്തിയില്ല. ഊത്. ആ പിടിക്കുന്നു. ഊത്. നല്ലൊരു ഊത്. എന്തോന്ന് ഇവിടെ എന്തോന്ന് കത്തിക്കുന്നണ്ണാ. ഊതുക. എന്തിന്? കത്തിക്കാൻ വേണ്ടി. അയ്യോ ഇതൊക്കെ ഗ്യാസ് അടുപ്പിൽ കൊണ്ടുവന്ന് ചെയ്താ പോരായിരുന്നു. എന്റെ അളിയ അത് ഗ്യാസ് അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ഒരു ദൈവവിശ്വാസത്തിന്റെ ഭാവം. ഇങ്ങനെ തന്നെ ചെയ്യണം. ആ ഊത്. ഇതൊക്കെ ഇപ്പൊ ഈ വലിയ വലിയ അമ്പലങ്ങളിൽ പോലും പ്രസാദം ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പി വെച്ചിട്ടാണ്. അതൊക്കെ വലിയ വലിയ അമ്പലങ്ങളില്. ഇത് നമ്മള് വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങാ. ഇത് ഇങ്ങനെ തന്നെ നടത്തണം. ആ അത് മാസ്. എന്തോന്ന് മാസ്? കത്തിക്ക്. അതെ, വെറുതെ ഇന്ന് കണ്ടതിന് കേട്ടതിന് കുറ്റം പറയാതെ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ കൂടണം, അല്ലെങ്കിൽ മാറി എവിടെയെങ്കിലും പോയി ഇരിക്കോ. അതെ. കുറ്റോ? അല്ലെങ്കിലും രവിയണ്ണനുള്ളതാണ് എല്ലാത്തിനും ഒരു കുറ്റം. എന്ത് പറഞ്ഞാലും കുറ്റം. അളിയാ ഇതേ ഈ ദൈവവിശ്വാസം വേണം. അതിന്റെ ഒരു കുറവളി തന്നെയുണ്ട്. എനിക്ക് വന്ന അച്ഛന് തീരെ വിശ്വാസമില്ല മാമ. വലിയ ഉദ്യോഗസ്ഥനായപ്പോഴേ ദൈവവിശ്വാസം തീരെ ഇല്ല. എന്താ വെച്ചാ അതെ, ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ വലിയ ഉദ്യോഗമൊന്നുമല്ല. അന്ന് പിന്നെ ഞാൻ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേ ഉള്ളു. ആര് പറഞ്ഞു മാനേജർ വലിയ ഉദ്യോഗസ്ഥല്ലെന്നും? അളിയാ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഏത് വലിയ സിംഹാസനത്തിന് ഇരുന്നാലും ദൈവനിന്ദ കാണിച്ചാൽ ഒരു സെക്കൻഡ് മതി താഴെ പോവാൻ. അത് ആദ്യം ആലോചിച്ചു. ഊതടി. അണ്ണാ കത്തിയോ? കേട്ടിട്ടില്ലേ? ആ. 2-4 ദിനം കൊണ്ടൊരുത്തനെ ഓഹോ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിലെ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മളിക മുകളിലേറിയ മന്നന്റെ തൊഴിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. നിർത്ത്. എല്ലാരും കൂടെ പറഞ്ഞു എന്നെ ഒന്ന് ഒരു അസുരനാക്കണ. അല്ലാതെ ഞങ്ങള് പറയാൻ ഒന്നുമില്ല. ഒരു വിശ്വാസിയെ ഒരു നിമിഷം കൊണ്ട് അവിശ്വാസിയാക്കാൻ ഇതുപോലെ 3-4 മതി കേട്ടാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് പോഞ്ഞോണ്ടിരിക്കുക. ഊത്. കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ. കുറെ വിശ്വാസികൾ വന്നിരിക്കുന്നു. വേറെ ആർക്കും വിശ്വാസം ഇല്ലെന്നാണ് വിചാരം. ഉദല്ലേ മതി. കത്തുന്നു. അരി ഇടട്ടെ. അരിയിട. പെടുവല്ലേ? 3 പ്രാവശ്യം. കുരവീടുണ്ടായോ? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാലംബം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കാത്തു കൊണ്ടുവയ്ക്ക. അണ്ണാ ചേട്ടാ കഴിഞ്ഞ
സക്കലൈ വാഴും നേശമണി ആശാനേ. പണ്ടേ കരിമ്പിന് വേണ്ടി ഓടുമായിരുന്നു. ഇനി ഇവിടെ ഞാൻ ഇങ്ങോട്ടിരിക്കാം. ഇതവിടെ പോയി ചിന്നു. ഇവളാണ് കരിമ്പിന്റെ ആള്. പെങ്ങളെ ഓ കഴിക്കാനുള്ള സാധനം എല്ലാവർക്കും എടുത്തു കൊടുക്കാം. കഴിക്കാം കഴിക്കാം കഴിക്കാം. ആ പിന്നെ ഒരു കാര്യം, റിങ്കിയോടും പിങ്കിയോടും പറയാനുള്ളതാണ്, കഴിക്കുന്ന കാര്യത്തിൽ ആക്രാന്തം കാണിക്കരുത്. അതിനാര് മാമ ഇവിടെ ആക്രാന്തം കാണിച്ചത്? അല്ല, നീ ആക്രാന്തം കാണിക്കും, എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡി തന്നത് വാങ്ങിച്ച് തിന്നോണ്ട് പൊക്കോണം കേട്ടാ. ചേച്ചി തരുന്ന വാങ്ങിച്ച് മിണ്ടാതിരുന്നോണം. ഇത് എന്റെ വീടാണ്. അന്ന് ചേച്ചിയുടെ വീട് വാങ്ങാനൊന്നുമല്ല ഞാൻ വന്നത്. അയ്യോ ഞാൻ എഴുതി തരാം, അങ്ങോട്ട് എഴുതി തരാം. തരാടി. എന്തോന്നിത്? പൂജയുടെ ഒന്നും ബഹളവാ. മിണ്ടരുത്. ഓ രണ്ടും നന്നാവൂല, രണ്ടും കണക്ക് തന്നെ. നന്നായിരിക്കുന്ന ആളെ കണ്ടില്ലേ? എന്താടി എനിക്ക് കുഴപ്പം? ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കണേ. നിങ്ങളെ പോലെ തല്ലുകൂടി മതി മതി മതി. ഒന്ന് നിർത്തുവോ പിള്ളേരെ? എന്തോന്നിത്? ഇവളുടെ ബുക്ക് മേടിച്ച് പൂജയ്ക്ക് വയ്ക്കണ്ടായിരുന്നു. അന്ന് ചേച്ചിയിലെ ബുക്ക് എടുത്തോണ്ട് വരാൻ. അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി മാമ. മതി മതി പിങ്കി, കാർത്തു മിണ്ടാതിരിക്കെ. റിങ്കി, ഈ കരിമ്പ് വണ്ടിക്ക് ഒരു കത്തി എടുത്തുണ്ടോ? ആ ഇപ്പൊ കൊണ്ടുവരാം മാമ. ആ ഡി അവിടെ അകത്തിരിപ്പുണ്ട്. മിക്കവാറും കത്തി വേണ്ടി വരും. റിങ്കി ചേച്ചി 2 കത്തി വേണ്ടി വരും. ഓ എന്തോന്നിത്? ഒന്ന് നിർത്താൻ പറ്റുമോ? ആന്റി പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ കേൾക്കൂല. ഇവരുണ്ടൊരു ഇപ്പൊ ഇവിടെ കിടന്ന് അടി കൂടുന്നത് കുറച്ച് കഴിയുമ്പോ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കാണ്. ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ മൈൻഡ് ചെയ്യാൻ പിടിക്കാൻ പറ്റൂല. ഈ ചെവിക്കകത്ത് ബഹളം ഉണ്ടാക്കുമ്പോഴേ. അത് എങ്ങനെയമ്മ ചീവീടുന്ന ശബ്ദമല്ലേ ഇവക്ക്? ചേച്ചിയുടെ ശബ്ദം അമ്മിട്ടിന് പോലെയാണ്. മിണ്ടായിരുന്നല്ലേ കണ്ടല്ല. ആ എന്നെ എന്ത് ചെയ്യും? എന്റെ കൈ നല്ല കിട്ടും. പിങ്കി, സോറി സോറി. മാമന് ഇഷ്ടമല്ലാത്ത രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അറിയാ അസ്ഥാനത്ത് കയറിയുള്ള വാചകടിയല്ലേ? അളിയാ, വോയിസ് കൊടുത്ത് കൊടുക്കളി എല്ലാവർക്കും. മണി എല്ലാവർക്കും എടുത്ത് കൊടുമണി. അളിയൻ എന്താ കൊടുത്താല്? അല്ല എനിക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മണി ഉണ്ടല്ലോ, അവള് കൊടുക്കും. അളിയൻ കൊടുത്താ മതി. കരിമ്പ് എല്ലാവർക്കും കൊടുക്കാം. കരിമ്പ് കൊടുക്കാം. അതെന്താ ചെറുതായി പോയി. എനിക്ക് വേണം എനിക്ക് വേണം. കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല. മറ്റേത് കൊള്ളത്തില്ല. ഇത് മതി അളിപിടി. അത് മാറ്റി മാറ്റി. വണ്ടി ഞാൻ ഇത് ഒരു വിരലുകൊണ്ട് ഒടിക്കുമായിരുന്നു. പറ്റൂല, ഇനി പറ്റൂല. നമുക്ക് പണ്ട് അത് കൊള്ളത്തില്ല, കടിക്കാൻ പറ്റില്ല. ഇത് ഇതിന്റെ ഇത് ഇളക്കണ്ടേ? അത് വേറെ മോളെ, അത് കടിച്ചെടുക്ക്. കടിച്ച് പിന്നെട് കടിച്ച് തൊലിച്ചാ മതി. ഇതെങ്ങനെ കഴിക്കണേ? പണ്ടേ പൂജയെടുപ്പ് കഴിയുമ്പോണ്ടല്ലോ ഈ കരിമ്പിന് വേണ്ടി അടിയാ. ഇവള് ഭയങ്കര അടിയായിരുന്നു കരിമ്പിന് വേണ്ടിട്ട്. പിന്നെ ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോഴേ ഒരു സന്തോഷത്തിന്റെ ഓർമ്മയാണല്ലോ. എനിക്ക് ആരും തന്നില്ല അമ്മ കരിമ്പ്. നീ ഇതെടുത്തോളി. അയ്യേ, നിങ്ങൾ കടിച്ചതാ? എനിക്ക് വേണ്ട. ഇവിടെ അല്ലേ അടിച്ചത്, നിനക്ക് ഇവിടെ കടിച്ചൂടെ? അപ്പേ എനിക്കെങ്ങ് വേണ്ട. പിന്നെ വേണ്ട, തിന്നണ്ട. ചിന്നു, മണിക്കുട്ടണ്ണ, ചിന്നു, മണിക്കുട്ടണ്ണ, ഇത് മതിയോ? പല്ല് സൂക്ഷിക്കണം. അണ്ണൻ കടിക്ക്. ചിന്നു കടി. ഒരു കഷ്ണം അണ്ണൻ കടി. ചിന്നു കടി. അണ്ണൻ കടി അണ്ണ. ചിന്നു കടി. ചിന്നു കടി. അണ്ണൻ കടി. ചിന്നു കടി. ആരെങ്കിലും കടിക്കണുണ്ടോ? അല്ലെ ഞാൻ മാറ്റി കടിക്കും. ഞാൻ കടിച്ചു കൊടുത്തപ്പോ അവൾക്ക് വയ്യായിരുന്നു. പിന്നെ എന്നാ പിന്നെ അലീന എനിക്കൊന്ന് എന്റെ കയ്യിൽ ഇരിക്കല്ലോ. ഇരിക്കാം. കിട്ടിയ അവസരം പരാതി മാറിയാ. ഉണ്ട്. പല്ല് പോയാ? അയ്യോ ചേട്ടാ, പുലിയുടെ പല്ല് പോയി.